അല്ലൽ മീകന്തേ കാടത്തിൽ അകപ്പെട്ടോർ അസ്മാ ഊരത്താൽ കാടം വീടും എന്നോവർ. ബദർമാലിലെ വരിയ പറഞ്ഞു കൊടുക്കുക. അല്ലൽ മികന്തേ കടത്തിൽ അകപ്പെട്ടോർ, വളരെ പ്രയാസകരമായ കടക്കണിയിൽ അകപ്പെട്ട മനുഷ്യന്മാര്, അസ്മാ ഉരത്താൽ കടം വീടും എന്നോവർ. ബദരീങ്ങളുടെ പേരിങ്ങനെ പറഞ്ഞാൽ കടം വീടിക്കൊള്ളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ അലിയാരോ അല്ലെങ്കിൽ സ്വഹാബത്തോ ആരെങ്കിലും കടബാധ്യത കൊണ്ട് വിഷമിക്കുന്ന ആളുകളോട് അള്ളാഹുവിനോട് വിളിച്ചു ദുആ ചെയ്യാൻ, റബ്ബിനോട് നേരിട്ട് ദുആ ചെയ്യാൻ പറയാ എന്നുള്ളതല്ലാതെ മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ പേരുകൾ ചൊല്ലിക്കോ എന്ന് പറഞ്ഞോ? മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ പേരുകൾ ചൊല്ലിക്കോ എന്ന് പഠിപ്പിച്ചോ? ഇനി ബദരീങ്ങൾ ശുഹദാക്കളല്ലാത്ത മറ്റുള്ള ആളുകൾ ബദറിന്റെ ശേഷം എത്രയോ കാലം ജീവിച്ചിട്ടില്ലേ? അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ, അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടായപ്പോ, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായപ്പോ അവരാരെങ്കിലും ബദരീങ്ങളുടെ പേരിങ്ങനെ ഉരുവിട്ടുകൊണ്ടാണോ പരിഹാരം കണ്ടത്? സമൂഹത്തോട് നമ്മൾ പഠിപ്പിക്കേണ്ടത് അതാണ്. ഇത് പറയുമ്പോൾ ആളുകളുടെ മുമ്പിൽ പലരും തെറ്റിദ്ധരിപ്പിക്കും. കണ്ടോ, ബദരീങ്ങളെ കുറ്റം പറയാണ്, ബദരീങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണ്, ബദരീങ്ങളെ ഇവർക്ക് പുച്ഛമാണ്, ബദരീങ്ങളോട് ആദരവില്ലാഞ്ഞിട്ടാണ്. ബദരീങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാ പറയുന്നത്. ബദരീങ്ങളുടെ പാത ഇതല്ല. കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായാൽ ബദരീങ്ങളുടെ പേര് പറയാനല്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, അള്ളാഹുവിനോട് പറയാനാണ്. വിഷമങ്ങൾ ഉണ്ടെങ്കിൽ എന്താ പറയാൻ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. അത് പഠിപ്പിച്ച റസൂലുള്ളാഹിക്ക് എന്തേ പറഞ്ഞുകൂടായിരുന്നോ? നിനക്ക് വിഷമമുണ്ടെങ്കിൽ നീ ബദരീകളെ നേതാവല്ലേ, ഞാനിവിടല്ലേ, എന്നോട് പറഞ്ഞോ? അല്ലെങ്കിൽ എൻ്റെ പേരിങ്ങനെ നീ നിന്റെ പുരയിലിരുന്നു കൊണ്ട് ഒറ്റക്കോ കൂട്ടമായിട്ടോ നീ ഉരുവിട്ടോ? അതല്ലെങ്കിൽ ബദറിൽ പങ്കെടുത്ത മറ്റു സഹാബിമാരുടെ പേര് പറഞ്ഞോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹിനോട് പറയാനാ.